നമസ്കാരം. പുറത്തുനിന്നുള്ള ശത്രുവിനെ നേരിടാൻ എളുപ്പമാണ്. കാരണം അവർ മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. എന്നാൽ സ്വന്തം വീടിനുള്ളിലോ വളരെ അടുത്ത സൗഹൃദവലയത്തിനുള്ളിലോ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ എങ്ങനെ തിരിച്ചറിയും? ആചാര്യ ചാണക്യൻ പറയുന്നു, ഏറ്റവും അപകടകാരിയായ ശത്രു നിങ്ങളോടൊപ്പം ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവനും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഉറങ്ങുന്നവനുമാണ്. പലപ്പോഴും നമ്മെ തകർക്കാൻ വരുന്നത് അപരിചിതരല്ല, മറിച്ച് നമ്മുടെ ബലഹീനതകൾ കൃത്യമായി അറിയാവുന്ന കൂടെയുള്ളവർ തന്നെയാണ്. രാമായണത്തിൽ ലങ്കയുടെ പതനത്തിന് കാരണമായത് വിഭീഷണനായിരുന്നു എന്നത് മറക്കരുത്. ഒരു വീട് നശിക്കാൻ പുറത്തുനിന്നുള്ള കല്ലേർ ആവശ്യമില്ല, ഉള്ളിൽ നിന്ന് ഒരു ചിതൽ മതി. പുരാതന ഇന്ത്യയിലെ മഹാനായ തന്ത്രജ്ഞൻ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങളിലെ ചതിക്കുഴികളെക്കുറിച്ചാണ്. സ്നേഹത്തിന്റെ മുഖംമുടിയണിഞ്ഞ ശത്രുക്കൾക്ക് നിങ്ങളെ മാനസികമായും സാമ്പത്തികമായും തകർക്കാൻ നിമിഷങ്ങൾ മതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാണക്യനീതിയിലെ ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ആരാണ് നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കാത്തത്? ആരാണ് നിങ്ങളുടെ പതനത്തിനായി രഹസ്യമായി കരുക്കൽ നീക്കുന്നത്? ഇത് തിരിച്ചറിയാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന 9 രഹസ്യതന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. 1. അമിതമായ സ്തുതിയും മുഖസ്തുതിയും. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തി അമിതമായി നിങ്ങളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അവിടെ അപകടം പതിയിരിക്കുന്നുണ്ട്. ലാലനാത് ബഹവോ ദോഷാസ് താടനാത് ബഹവോ ഗുണാഹ് തസ്മാത് പുത്രം ച ശിഷ്യം ച താടയേത് നതു ലാലയേത്. അതായത്, അമിതമായ ലാളനയും സ്തുതിയും ദോഷങ്ങൾ വരുത്തിവെക്കുന്നു, എന്നാൽ കൃത്യമായ തിരുത്തലുകൾ ഗുണം ചെയ്യും. നിങ്ങളുടെ തെറ്റുകളെപ്പോലും ശരിയെന്ന് പറയുന്നവർ നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളാണ്. അവർ നിങ്ങളുടെ അഹങ്കാരത്തെ ഉത്തേജിപ്പിക്കുകയും അതുവഴി നിങ്ങളുടെ പതനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. സാധാരണയായി ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളെ തിരുത്തുകയും ചെയ്യും. എന്നാൽ മുഖസ്തുതി പറയുന്നവർ നിങ്ങളുടെ പോരായ്മകളെ മറച്ചുവെച്ച് നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കുന്നു. ഇത്തരക്കാർ പലപ്പോഴും നിങ്ങളുടെ അധികാരമോ സമ്പത്തോ ലക്ഷ്യം വെച്ചായിരിക്കും അടുപ്പുക. അവർ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്താനല്ല, മറിച്ച് നിങ്ങളുടെ വിവേചത്തെ ഇല്ലാതാക്കാനാണ്. രാജസദസ്സുകളിൽ പണ്ട് ശത്രുക്കൾ ചാരന്മാരെ അയച്ചിരുന്നത് ഇത്തരം പുകഴ്ത്തലുകളിലൂടെ രാജാവിനെ വശത്താക്കാനായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിലോ തൊഴിലിടത്തോ ഉള്ള ഒരാൾ എപ്പോഴും നിങ്ങളെ അമിതമായി പുകഴ്ത്തുന്നുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കുക. അവരുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പുകഴ്ത്തലുകൾ ഒരു ലഹരി പോലെയാണ്. അത് നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റുന്നു. സത്യസന്ധമായ വിമർശനങ്ങളെക്കാൾ മധുരമുള്ള കള്ളങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നിങ്ങളുടെ നാശം അവിടെ ആരംഭിക്കുന്നു. അതുകൊണ്ട് മുഖസ്തുതിക്കാരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ് ബുദ്ധി. രണ്ടാമതായി, രഹസ്യം ചോർത്തുന്നവർ. ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്വന്തം വീടിന്റെ രഹസ്യം പുറത്തു പറയുന്നവൻ ഒരു പാമ്പിനേക്കാൾ ഭയങ്കരനാണ്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, സാമ്പത്തിക ലാഭങ്ങൾ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ എന്നിവ മൂന്നാമതൊരാളോട് പങ്കുവയ്ക്കുന്നവൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ശത്രുതയുടെ വിത്തുണ്ട്. ഒരു ചെറിയ ധുരം മതി വലിയൊരു കപ്പലിനെ മുക്കാൻ എന്ന പഴമൊഴി ഇവിടെ പ്രസക്തമാണ്. വീടിനുള്ളിലെ രഹസ്യങ്ങൾ എന്നത് ആ വീടിന്റെ ഐശ്വര്യത്തിന്റെയും സുരക്ഷയുടെയും അടിത്തറയാണ്. ഇത് പുറത്തുള്ളവർ അറിയുന്നത് നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർക്ക് തുറന്നുകൊടുക്കുന്നതിന് തുല്യമാണ്. കുടുംബത്തിലെ കലഹങ്ങൾ പുറത്തു പറയുന്നവർ താൽക്കാലികമായി മറ്റുള്ളവരുടെ സഹതാപം നേടാൻ ശ്രമിച്ചേക്കാം, പക്ഷേ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വീടിന്റെ സമാധാനം നശിപ്പിക്കുകയാണ്. ചാണക്യൻ പറയുന്നു, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവൻ വിശ്വസ്തനല്ല. ഇത്തരക്കാർ പലപ്പോഴും ഗോസിപ്പുകളിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരാണ്. അവർ നിങ്ങളുടെ സ്വകാര്യതയെ മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു ചർച്ചാവിഷയമാക്കി മാറ്റുന്നു. ഇത് നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള ആയുധമായി മാറിയേക്കാം. പഴയകാലത്ത് ചാരന്മാർ കുടുംബങ്ങളിലെ അന്തഃഛിദ്രങ്ങൾ മനസ്സിലാക്കിയാണ് രാജ്യങ്ങൾ കീഴടക്കിയിരുന്നത്. നിങ്ങളുടെ അടുപ്പക്കാരിൽ ആരെങ്കിലും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ രഹസ്യങ്ങളും മറ്റുള്ളവരോട് പറയും എന്ന് ഉറപ്പിക്കാം. വിശ്വസ്തതയില്ലാത്ത ഇത്തരം വ്യക്തികൾ വീടിനുള്ളിലെ പാമ്പുകൾ പോലെ അപകടകാരികളാണ്. മൂന്നാമതായി, അത്യാഗ്രഹം കാണിക്കുന്നവർ. ആചാര്യൻ ഇപ്രകാരം പറയുന്നു, ലുബ്ധമർത്ഥേന ഗൃഹ്ണീയാത് സ്തബ്ധം അഞ്ജലീകർമ്മണ മൂർഖം ഛന്ദാനുവൃത്തേന തത്വാർത്ഥേന ച പണ്ഡിതം. അതായത്, അത്യാഗ്രഹിയെ പണം കൊണ്ട് വശത്താക്കാം, പക്ഷേ കൂടെയുള്ളവൻ പണത്തിനുവേണ്ടി മാത്രം നിങ്ങളോട് അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ പണമില്ലാതാകുന്ന നിമിഷം അവൻ നിങ്ങളുടെ ശത്രുവായി മാറും. നിങ്ങളുടെ ഐശ്വര്യത്തിൽ മാത്രം പങ്കുചേരുകയും കഷ്ടപ്പാടിൽ ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ തിരിച്ചറിയുക. അവർ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല, നിങ്ങളുടെ സമ്പത്തിനെയാണ്.
അത്യാഗ്രഹം മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നു എന്ന് പുരാതന നീതിശാസ്ത്രങ്ങൾ പറയുന്നു. സ്വന്തം ലാഭത്തിനായി എന്തിനും മടിക്കാത്തവർ വീടിനുള്ളിലുണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയാണ്. അവർ നിങ്ങളുടെ പണം എങ്ങനെ സ്വന്തമാക്കാമെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം സ്നേഹം പ്രകടിപ്പിക്കുകയും അല്ലാത്തപ്പോൾ മുഖം തിരിക്കുകയും ചെയ്യുന്നത് ഇവരുടെ ലക്ഷണമാണ്. ഒരാപത്ത് വരുമ്പോൾ ഇത്തരക്കാർ ആദ്യം സ്ഥലം വിടുന്നത് കാണാം. അവർക്ക് നിങ്ങളോടുള്ള ബന്ധം വെറും കച്ചവടം മാത്രമാണ്. അത്യാഗ്രഹിയായ ഒരു വ്യക്തിക്ക് ബന്ധങ്ങളേക്കാൾ വലുത് ഭൗതിക നേട്ടങ്ങളാണ്. അതുകൊണ്ട് സമ്പത്തിനോടുള്ള അമിത താൽപ്പര്യം കാണിക്കുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. നാലാമതായി, അസമയത്തുള്ള താൽപ്പര്യം. നിങ്ങളൊരു വലിയ വിജയത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രധാന തീരുമാനമെടുക്കുമ്പോൾ മാത്രം അമിത താൽപ്പര്യവുമായി വരുന്നവരെ ശ്രദ്ധിക്കുക. ഇവർ പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനോ തെറ്റായ ഉപദേശങ്ങൾ നൽകി നിങ്ങളെ പരാജയപ്പെടുത്താനോ എത്തുന്നവരാണ്. പുരാതന ഇന്ത്യയിൽ ശത്രുവിനെ നശിപ്പിക്കാൻ വിഷകന്യകമാരെ അയച്ചിരുന്നത് ഇത്തരത്തിൽ മോഹിപ്പിച്ചും സ്വാധീനിച്ചുമായിരുന്നു. ഒരു സുപ്രധാന സംരംഭം നിങ്ങൾ തുടങ്ങുമ്പോൾ അതിനെ തടയാനോ സങ്കീർണമാക്കാനോ ഇത്തരക്കാർ ശ്രമിക്കും. അനാവശ്യമായ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിതയ്ക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. സഹായവാഗ്ദാനങ്ങളുമായി ഇവർ എത്തുന്ന സമയം വളരെ കൃത്യമായിരിക്കും. നിങ്ങൾ തളർന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ ആവേശത്തിലോ ആണ് ഇവർ നിങ്ങളുടെ അടുത്തെത്തുക. അവരുടെ ഉപദേശങ്ങൾ ഉപരിതലത്തിൽ നല്ലതെന്ന് തോന്നാം, പക്ഷേ അതിനുള്ളിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടാകാം. ചാണക്യന്റെ തന്ത്രമനുസരിച്ച് ഒരു തന്ത്രജ്ഞൻ എപ്പോഴും മറ്റുള്ളവരുടെ ഇടപെടലുകളുടെ സമയം നിരീക്ഷിക്കണം. അപ്രതീക്ഷിതമായി ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലെ ഛേദോഭികാരം എന്താണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ വഴിതിരിച്ചുവിടുക എന്നതാണ് ഇവരുടെ പ്രധാന പണി. സ്നേഹമെന്ന മുഖംമുടിയിലൂടെ അവർ നിങ്ങളുടെ പദ്ധതികൾ തകർക്കുന്നു. യുദ്ധത്തിൽ പോലും ശത്രുക്കൾ സന്ധി സംഭാഷണത്തിന് വരുന്നത് തങ്ങൾക്കനുകൂലമായ സമയം നോക്കിയാണ്. അതുകൊണ്ട് അസമയത്തുള്ള സ്നേഹപ്രകടനങ്ങളെ കരുതിയിരിക്കുക. അഞ്ചാമതായി, നിസ്സാര കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവർ. നിങ്ങൾക്കൊരു ചെറിയ തിരിച്ചടിയുണ്ടാകുമ്പോൾ ഉള്ളിൽ സന്തോഷിക്കുകയും പുറത്ത് സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. നേരിൽ കാണുമ്പോൾ പ്രിയപ്പെട്ടത് പറയുകയും എന്നാൽ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നവനെ മേൽഭാഗത്ത് പാൽ പുരട്ടിയ വിഷക്കുടം പോലെ ഉപേക്ഷിക്കണം. അവരുടെ കണ്ണുകളിലെ തിളക്കം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരാജയത്തിൽ അവർക്ക് ലഭിക്കുന്ന ആശ്വാസം അവരെ ശത്രുപക്ഷത്ത് നിർത്തുന്നു. ഇത്തരക്കാർ നിങ്ങളുടെ വീഴ്ചകളെ ആഘോഷമാക്കുന്നവരാണ്. സഹതാപം പ്രകടിപ്പിക്കാൻ വരുമ്പോഴും അവർ നിങ്ങളുടെ പരാജയത്തിന്റെ ആഴമടക്കാൻ ശ്രമിക്കും. വാക്കുകളിൽ ദുഃഖമുണ്ടാകുമെങ്കിലും അവരുടെ ശരീരഭാഷയിൽ ഒരുതരം ആശ്വാസം തെളിഞ്ഞു കാണാം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് തുടങ്ങുന്ന വാക്കുകളിലൂടെ അവർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ നോക്കും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രൂരമായ മനസ്സുള്ളവർ. ഇവർ നിങ്ങളുടെ സുഹൃത്തായി നടിക്കുന്നത് നിങ്ങളുടെ വീഴ്ചകൾ നേരിട്ട് കണ്ടാസ്വദിക്കാനാണ്. ചാണക്യൻ ഇത്തരം ആളുകളെ വിഷം നിറഞ്ഞ കുടത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് യാതൊരു അനുഭാവവുമില്ല. നിങ്ങളുടെ ചെറിയ പിഴവുകളെപ്പോലും അവർ വലുതാക്കി കാണിക്കും. ശത്രുക്കൾ എപ്പോഴും നിങ്ങളുടെ തകർച്ചയിൽ നിന്നാണ് ഊർജ്ജം ഉൾക്കൊള്ളുന്നത്. കൂടെ നിൽക്കുന്നവർ തന്നെ ഇങ്ങനെ പെരുമാറുന്നത് തിരിച്ചറിയാൻ വൈകരുത്. ഇത്തരം മാനസികാവസ്ഥയുള്ളവർ വീടിന്റെ പോസിറ്റീവ് എനർജി നശിപ്പിക്കുന്നു. അവരെ നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക. ആറാമതായി, അസൂയ മറച്ചുവയ്ക്കാൻ കഴിയാത്തവർ. അസൂയയാണ് എല്ലാ നാശത്തിന്റെയും വേര്. നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ നിങ്ങളെക്കാൾ താഴ്ന്ന നിലയിലാണെന്ന് അവർക്ക് തോന്നിയാൽ അവർ ശത്രുക്കളായി മാറും. നിങ്ങളുടെ പുതിയ വസ്ത്രം, വാഹനം അല്ലെങ്കിൽ മക്കളുടെ വിജയം എന്നിവയിൽ അവർ സന്തോഷിക്കുന്നില്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണ്. അസൂയയുള്ള വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. അവർ നിങ്ങളുടെ ഓരോ നേട്ടത്തെയും തങ്ങളുമായി താരതമ്യം ചെയ്യും. ഇതൊക്കെ എന്ത് എന്ന ഭാവമായിരിക്കും പലപ്പോഴും അവർക്ക്. നിങ്ങളുടെ വിജയങ്ങൾ അവർക്ക് സ്വന്തം പരാജയങ്ങളായിട്ടാണ് തോന്നുക. പുരാതന ഇന്ത്യയിലെ പല പുരാണങ്ങളിലും അസൂയ കാരണം കുടുംബങ്ങൾ നശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദുര്യോധനന്റെ പാണ്ഡവരോടുള്ള അസൂയയാണ് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ചത്. സ്വന്തം രക്തത്തിൽ പിറന്നവർ പോലും അസൂയ മൂലം ശത്രുക്കളായി മാറിയേക്കാം. അവർ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെയും പോകും. അവരുടെ സംസാരത്തിൽ എപ്പോഴും ഒരുതരം പുച്ഛം കലർന്നിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തെ അവർ ഭാഗ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അസൂയയുള്ളവർക്ക് മനഃശാന്തിയുണ്ടാകില്ല. അവർ മറ്റുള്ളവരുടെ സമാധാനം കൂടി നശിപ്പിക്കും. ഇത്തരം ആളുകളെ തിരിച്ചറിഞ്ഞാൽ അവരോട് നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുക.
അവരിൽ നിന്ന് മാനസികമായ അകലം പാലിക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. 7. സംസാരത്തിലെ വൈരുദ്ധ്യം. ഒരു വ്യക്തി ഇന്നു പറയുന്നത് നാളെ മാറ്റിപ്പറയുന്നവനാണെങ്കിൽ അവനെ വിശ്വസിക്കരുത്. കള്ളം പറയുന്നവന്റെ നാവ് താൽക്കാലികമായി രക്ഷപ്പെട്ടേക്കാം, പക്ഷേ അവൻ നിങ്ങളുടെ വിശ്വസ്തതയെ കശാപ്പു ചെയ്യുന്നു. ചാണക്യൻ പറയുന്നു, വാക്കിനുറപ്പില്ലാത്തവൻ വീടിന്റെ അടിത്തറ ഇളക്കുന്നവനാണ്. സത്യസന്ധതയില്ലാത്ത വ്യക്തി ഒരു ശത്രുവിനേക്കാൾ അപകടകാരിയാണ്. അവർ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോന്ന് പറയും. നിങ്ങളൊരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അതവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ തിരുത്തും. സംസാരത്തിൽ സ്ഥിരതയില്ലാത്തവർ നിങ്ങളുടെ കുടുംബബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരാളോടൊരു കാര്യവും മറ്റൊരാളോട് അതിന്റെ നേരെ വിപരീതവും ഇവർ സംസാരിക്കും. ഇത് പലപ്പോഴും വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും. ചാണക്യന്റെ നീതിശാസ്ത്രമനുസരിച്ച് വാക്കിൽ മാന്യതയും ഉറപ്പുമില്ലാത്തവർക്ക് ഭരണത്തിലോ കുടുംബത്തിലോ സ്ഥാനമുണ്ടാകരുത്. അവർക്ക് സ്വന്തമായൊരു നിലപാടില്ല. ദിനാൽ ആർക്കും അവരെ വിലക്കെടുക്കാം. ഒരു ചാരന്റെ സ്വഭാവമാണ് ഇത്തരക്കാർ കാണിക്കുന്നത്. പൊരുത്തംകെടുകളുള്ള സംസാരം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തകിടം മറിക്കും. അവർ നിങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് മുന്നേറാൻ ശ്രമിക്കുന്നു. സത്യമെപ്പോഴും ഒന്നേ ഉള്ളൂ, എന്നാൽ കള്ളങ്ങൾക്ക് പല മുഖങ്ങളുണ്ട്. അതുകൊണ്ട് സംസാരത്തിൽ വ്യക്തതയും സത്യസന്ധതയും ഇല്ലാത്തവരെ വിശ്വസ്തരായി കണക്കാക്കരുത്. അവർ എപ്പോൾ വേണമെങ്കിലും മറുപക്ഷത്തേക്ക് ചായുന്നവരാണ്. 8. തെറ്റായ ശീലങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നവർ. നിങ്ങളെ മദ്യപാനത്തിനോ ജൂതാട്ടത്തിനോ അധാർമിക പ്രവൃത്തികൾക്കോ പ്രേരിപ്പിക്കുന്നവർ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. അവർ നിങ്ങളുടെ സ്വഭാവത്തെ നശിപ്പിക്കുന്നു. സ്വഭാവം നശിച്ചാൽ മനുഷ്യന്റെ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചാൽ സർവനാശമായി. പുരാതന ഭാരതത്തിലെ നീതിശാസ്ത്രമനുസരിച്ച് ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമാണ് അയാളെ അധർമ്മത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ നിങ്ങളെ ലഹരിയിലേക്കോ അനാവശ്യ ചെലവുകളിലേക്കോ വലിച്ചിഴയ്ക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവരാണ്. നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് നയിക്കാൻ സഹായിക്കും. എന്നാൽ ശത്രുക്കൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നിങ്ങൾ നശിക്കുന്നത് കാണാൻ അവർക്ക് താൽപ്പര്യമുണ്ടാകും. അധാർമികമായ വഴികളിലൂടെ പണമുണ്ടാക്കാൻ അവർ നിങ്ങളെ ഉപദേശിച്ചേക്കാം. ഇത്തരം പ്രലോഭനങ്ങളിൽ വീണുപോയാൽ നിങ്ങളുടെ കുടുംബം വഴിയാധാരമാകും. ചാണക്യൻ പറയുന്നു, ഒരാളുടെ കൂട്ടുകെട്ട് നോക്കി അയാളുടെ ഭാവി പ്രവചിക്കാം. ചീത്ത കൂട്ടുകെട്ടുകൾ ഒരു വിഷവൃക്ഷം പോലെയാണ്. അതിന്റെ ഫലം നാശമാണ്. ജീവിതത്തിൽ അച്ചടക്കമില്ലാത്തവർ മറ്റുള്ളവരെയും അതേ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നോക്കും. അവർ നിങ്ങളുടെ പണം മാത്രമല്ല, നിങ്ങളുടെ അന്തസ്സും ആരോഗ്യവും കൂടി നശിപ്പിക്കുന്നു. യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളെ നേർവഴിക്ക് മാത്രമേ നയിക്കൂ. അധർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നവരെ പടിക്ക് പുറത്തു നിർത്തുക. അവസാനമായി, അനാവശ്യമായി ദേഷ്യപ്പെടുന്നവരും പരുഷമായി സംസാരിക്കുന്നവരും. സ്നേഹം നടിക്കുകയും എന്നാൽ നിസ്സാര കാര്യത്തിന് പോലും നിങ്ങളെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നവർ. വാക്കുകൾ അമ്പുകളെപ്പോലെയാണ്. ഹൃദയത്തിൽ സ്നേഹമില്ലാത്തവനു മാത്രമേ ക്രൂരമായ വാക്കുകൾ പ്രയോഗിക്കാൻ കഴിയൂ. നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നവർ വീടിനുള്ളിലെ നിശബ്ദ ശത്രുക്കളാണ്. അവർ എപ്പോഴും ദേഷ്യത്തിലൂടെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. പരുഷമായ വാക്കുകൾ ഒരാളുടെ മനസ്സിനെ മുറിവുപെടുത്തുന്നു. കുടുംബത്തിൽ സമാധാനമില്ലാതാക്കാൻ ഇത്തരം പെരുമാറ്റങ്ങൾ മതി. ചാണക്യൻ പറയുന്നു, മൃദുവായ സംസാരം ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഉള്ളിൽ കയ്പുള്ളവർക്ക് മാത്രമേ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയൂ. അവർ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യും. നിസാര തെറ്റുകൾക്ക് പോലും നിങ്ങളെ അധിക്ഷേപിക്കുന്നത് അവരുടെ വിനോദമായിരിക്കും. ഇത് കാലക്രമേണ നിങ്ങളെ മാനസികമായി തളർത്തും. ഒരു വ്യക്തിക്ക് നിങ്ങളോട് ബഹുമാനമില്ലെങ്കിൽ അവിടെ സ്നേഹമില്ല എന്ന് മനസ്സിലാക്കുക. ശത്രുക്കൾ പുറമേ നിന്ന് ആക്രമിക്കുമ്പോൾ ഇത്തരം പരുഷ സ്വഭാവമുള്ളവർ ഉള്ളിൽ നിന്ന് നിങ്ങളെ തകർക്കും. അവർ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ മുറിവുകളുണ്ടാക്കും. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ഇത്തരക്കാരിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. സമാധാനമുള്ള ഒരു വീട് കെട്ടിപ്പടുക്കാൻ സ്നേഹമുള്ള വാക്കുകൾ അനിവാര്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ചാണക്യൻ ഈ തന്ത്രങ്ങൾ പറഞ്ഞുവെച്ചത് നമ്മളെ എല്ലാവരെയും സംശയിക്കാൻ പഠിപ്പിക്കാനല്ല, മറിച്ച് ജാഗ്രതയുള്ളവരാകാനാണ്. ദുർബലനായ ശത്രുവിനെപ്പോലും അവഗണിക്കരുത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാവരും നമ്മളെ തിരിച്ചു സ്നേഹിക്കണമെന്നില്ല. ലോകമൊരു യുദ്ധകളമാണ്. അവിടെ വിവേകം മാത്രമാണ് നിങ്ങളുടെ ഏക രക്ഷാകവചം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സ്വഭാവമുള്ളവർ ഉണ്ടോ എന്ന് ആഴത്തിൽ ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അവരുമായുള്ള അകലം പാലിച്ച് സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുക. ബന്ധങ്ങൾ നിലനിർത്തുന്നത് നല്ലതാണ്, പക്ഷേ അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകരുത്. ആചാര്യ ചാണക്യന്റെ ഈ തത്വങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഇന്നും പ്രസക്തമാണ്.
ജീവിതത്തിലെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞാൽ പകുതി വിജയിച്ചു എന്ന് പറയാം. ബാക്കി പകുതി നിങ്ങളുടെ ബുദ്ധിയും പ്രവൃത്തിയും ചേർന്നാണ് പൂർത്തിയാക്കേണ്ടത്. നിങ്ങളുടെ സമാധാനവും വളർച്ചയുമാണ് ഏറ്റവും പ്രധാനം. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരം ഗൗരവകരമായ ചാണക്യതന്ത്രങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.